ഹലോ നമസ്കാരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചി, ഞങ്ങളുടെ അല്ല നമ്മുടെ കൊച്ചി ഓണമാണ് എപ്പോഴാണെന്നറിയാവോ? ക്രിസ്മസിൻ്റെ സമയത്താണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിക്കാരിക്കല്ല എല്ലാവർക്കും വെറുതെ ഗ്രാൻഡ് പരിപാടിയൊക്കെയുള്ളൂ. ഞങ്ങളുടെ എറണാകുളം മാർക്കറ്റ് കളർഫുൾ ആവണതും ആ ഒരു ഈ ക്രിസ്മസിൻ്റെ സമയത്താണ്. അപ്പോൾ നമ്മളെങ്ങനെ പോകണമെന്ന് വെച്ചാൽ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് പല പല ഐറ്റംസും കാര്യങ്ങളുണ്ട്. അതിൻ്റെ നമുക്ക് വീട്ടിലേക്ക് ഭയങ്കര ഐറ്റംസും കാര്യങ്ങളും എന്തുപോലെ കിട്ടും എങ്ങനെയൊക്കെയാണെന്നെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ നമ്മളെ എറണാകുളം മാർക്കറ്റിനകത്ത് അങ്ങനെ ബ്രോഡ്വേഡ് വാടകം കാണിച്ചതാണ്. വെറുതെ പൊളിയിലും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കാണാനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ വിലയൊക്കെ അന്വേഷിക്കാം. എന്നിട്ട് നമുക്കവിടെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളുണ്ട്. എല്ലാവരും ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് കയറിയേക്കാണ്. വന്നപ്പോഴത്തേക്കും ചെറിയൊരു ലൈറ്റ് അതിവിടെ ബായ് പറയണത് 4 പീസ് 100 ഇതിൻ്റെ മൾട്ടി കളർ ഉണ്ട്, പിന്നെ വാമുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഡാഡി വാങ്ങിച്ചത് 20 രൂപയ്ക്കാണ് ഒരു പീസ്. അതേപോലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സാൻഡയുടെ ക്രൗൺ ഗ്ലാസും കാര്യങ്ങളും വേറെ ഇഷ്ടംപോലെ. ഇവിടെ മറ്റേ കണ്ണടിരിക്കുന്നത് സാൻഡ. അതേപോലെ ഇവിടെ ചെറിയൊരു തൊപ്പിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കണ കാണാനായിട്ട്. റെഡും വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പൊളി ലുക്കാണ്. 50 രൂപ. അപ്പോൾ ഈ കണ്ണടയുടെ വില എന്ന് വെച്ചാൽ 50 രൂപ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് പോകുന്നപ്പോഴത്തേക്കും നല്ല 3 ടൈപ്പ് ഇങ്ങനെ കളർ ചേഞ്ച് ആവണ ഒരു ഇതിരിക്കണ്ട കേട്ടോ. ചേട്ടന് എത്രയാണ് റേറ്റ്? ഇതെന്താ വില? 150 രൂപ. അതിങ്ങനെ പല കളർ വന്ന സാധനം കേട്ടോ. 150 രൂപ ഉണ്ടാ. അതേപോലെ ചെറിയ ചിമ്മിണി ലൈറ്റ് പോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്താ റേറ്റ്? 80 രൂപ ഒരു പീസ്. 50, 80, 100 അങ്ങനെ ഓരോ റേറ്റും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഒറ്റയടിക്ക് നമ്മൾ എടുത്തുകൊണ്ട് ഓരോരോ വിലയിൽ നമ്മൾ പേശിക്കോളണം. നമ്മൾ പേശിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലാഭത്തിൽ കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് കയറാൻ പോകണമെന്ന് വെച്ചാൽ സ്റ്റാറിൻ്റെ വലിയൊരു കളക്ഷനുള്ള ഒരു കട ഒരു ഭാഗത്തേക്ക് കണ്ട കയറാൻ പോകണം. ഇങ്ങോട്ട് ഇറങ്ങി ഇഷ്ടംപോലെ സ്റ്റാറും പല പല ഐറ്റംസ് വെറൈറ്റി ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ കാണിച്ചിടാൻ നോക്കിക്കോളൂട്ടോ. കിണ്ണ സാധനങ്ങളുണ്ട് ഇവിടെ നിറച്ച് സ്റ്റാർ. പിന്നെ അതുപോലെ വെറൈറ്റി പല ഐറ്റംസും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ രാത്രി വന്നോട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി വന്നാലേ നമുക്കത് ഭംഗിയുണ്ട് ആസ്വദിച്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പല സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി. അതെല്ലാം നമ്മൾ രാത്രി വന്നാലേ അതിൻ്റെ ഭംഗി കണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എവിടെ അങ്ങനെയൊക്കെ മിഷ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഈ ട്രീയുടെ വില എന്ന് വെച്ചാൽ 2600 രൂപ ഉണ്ടാ. പിന്നെ നമ്മുടെ കുറേ പപ്പാഞ്ഞിനൊക്കെ ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പോന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ LED ലൈറ്റും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതൊരു 150 തുടങ്ങി അങ്ങോട്ട് സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ 150, 200, 250, 300 അങ്ങനെ പല റേറ്റിൻ്റെ LED ലൈറ്റാണ്. അത് പല ഇതിൻ്റെ മാല ചില മീറ്റർ കണക്ക് മീറ്റർ ഇങ്ങനെ നീളനോലിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ LED ലൈറ്റ് നക്ഷത്രം, ഈ നക്ഷത്രം പറഞ്ഞ പോലെ ഇതും 350 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ടോപ്പ് നക്ഷത്രമാണ് ഈ കാണുന്നത്. 150 മോഡാണ്. 150 മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ റേറ്റ് വരുന്നത് 1500 ആണ്. 350 തുടങ്ങി 1500 രൂപയുള്ള നക്ഷത്രം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ കണ്ടതിൽ വെച്ചേട്ടാ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റ് എപ്പോഴും സെറ്റ് ചെയ്തേക്കുന്ന ട്രീയും കാര്യങ്ങളും കേട്ടോ. ഇത് 6 അടി തുടങ്ങി 6 അടി 4 അടി 5 അടി ആ റേറ്റൊക്കെ കിടക്കണത്. അതുപോലെ പല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ വില എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ചോദിച്ചോട്ടെ. ഈ കാണുന്നത് ഒരു 4500, പിന്നെ ഒരു 5500, ഇതിന് 5500, പിന്നെ 550 തുടങ്ങി ഓരോ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് 4500 ട്രീ ആണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ട്രീയും കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ചെറുതായിട്ട് വില കുറയുമെന്ന് ആ ട്രീയുടെ ചോദിച്ചു. പക്ഷേ ട്രീയുടെ വിലയൊന്നും കുറയൂല. പിന്നെ എൻ്റെ പുറകിൽ വേറൊരു ട്രീ ഉണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കും, ഇവിടെ ഹോൾസെയിൽ റേറ്റാണ് അവർ പറയണത് എല്ലാം ഇട്ടേക്കണത്. അപ്പോൾ പിന്നെ എന്നാലും നമ്മൾ ചോദിക്കുക എന്തെങ്കിലും കുറച്ച് തരൂ എന്ന്. ചിലപ്പോൾ നമുക്ക് കുറച്ച് തരാം. പിന്നെ ഇവിടെ ഇത്തിരി തിരക്കും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒച്ചയും കാര്യങ്ങളാണ് കേൾക്കണത്. എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കണാണ്. നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ആക്കുന്ന ട്രീ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 8500 കിടക്കുന്നത്. എല്ലാം തിരക്കാണത്. കാരണം ഞാൻ ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഇതിനകത്ത് തന്നെ പ്രൈസ് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വില കുറവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ല ക്യൂട്ടായിട്ടൊക്കെ ഒരു സാൻഡ് ഉണ്ട് കേട്ടോ. ഇത് 1200 ഇതിനകത്ത് ലൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു ചോദിച്ചാൽ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ക്രിസ്മസ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ. ഇഷ്ടംപോലെ ടോയ് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും മിനിയേച്ചർ ഒരു ശരിക്കും പറഞ്ഞാൽ നാളെ മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരറ്റം തുടങ്ങി മറ്ററ്റം വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടോയ് കാറിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ കാണിച്ചിട്ടാ. കുറേ ക്യൂട്ടായിട്ട് ആ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ വെറുതെ പൊളി ലുക്കാണ് ഞാൻ കാണിച്ചിട്ടാ. ഇത് കണ്ട
ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടുന്ന് പോകൂല, കരച്ചിലും ബഹളമൊക്കെ ഇരിക്കുള്ളൂ. എല്ലാത്തിനും നല്ല ക്യൂട്ട് മിനിയേച്ചറും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ആണോ റോൾസ് റോയ്സ് ആണോ? റോൾസ് റോയ്സ് ഉണ്ട്. ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, പിള്ളേർക്ക് അറിയാൻ പറ്റും. പിന്നെ അതേ നമ്മുടെ JCB ടൈപ്പ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, പിന്നെ അതെ ഇതെന്തിട്ടൊക്കെയാണ് എന്താവുക ചെയ്യുന്നത്. പിന്നെ അതേ പീരങ്കി കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ടൊയോട്ട മിനിയേച്ചറാണ്. പിന്നെ അതുപോലെ റോൾസ് റോയ്സ് ഉണ്ട്. എന്ത് റേറ്റ് ഉണ്ട് ചേച്ചി? 680. 800. കൈ പൊള്ളും തൊട്ട് കഴിഞ്ഞാൽ. കാണുമ്പോൾ ചെറുതായിരിക്കുള്ളൂ, പക്ഷെ എന്ന് വെച്ചാൽ ഈ തൊട്ട് കഴിഞ്ഞാൽ കൈകൊള്ളും. പിള്ളേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി വസ്തുത്തോട്ട് കയറാൻ നിൽക്കുന്നത്. നമ്മൾ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അവർ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിടിവാശിയായിരിക്കുള്ളൂ. പക്ഷെ കണ്ട നമ്മൾ മാർക്കറ്റിലോട്ട് നിന്ന് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട്. എല്ലാത്തിനും നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ വന്നാൽ മതി. എല്ലാ എറണാകുളം മാർക്കറ്റ് ഫുൾ ഓണായിട്ടിരിക്കുന്നതും ഈ ഒരു സമയത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് സമയം എന്ന് വെച്ചാൽ ഫുൾ ഓണായിരിക്കുള്ളൂ. ഒരു 650 തുടങ്ങണ ടൈപ്പാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ഒഴിച്ച് 680 അല്ലേ, 680. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബാഗിൽ കൂടി ഇങ്ങനെ പുക വരും. പിന്നെ ഇതങ്ങനെയല്ല, ഇതിന് നോർമലി. പിന്നെ ഇതിന് നോർമലി എന്നാലും ഇതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആ ടൈപ്പാണ് തീരുകയുണ്ട്. ഇത് എയ്സിന്റെ അല്ലേ? എയ്സിന്റെ ഡോർ തുറക്കും. ഇതൊരു എത്രയാണ്? 7-8 അല്ലേ? 7-8 വന്നിട്ട്. പിന്നെ ഇതും RC കാർ ടൈപ്പ് അല്ലേ? 9-8 അല്ലേ? ഇതിന് 9-8 വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പിന്നെ ഇവിടുത്തെ ചേച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള എന്നുവെച്ചാൽ ഈ ഇത്തിരി തിരക്കുള്ള സമയമാണ്. നമ്മളെ കച്ചവടം നടക്കുന്ന സമയത്ത് അവരൊന്ന് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നില്ല. കാറുകൾ മാത്രമല്ല, അല്ലാണ്ടുള്ള ബാക്കിയുള്ള വെറൈറ്റി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അകത്ത് തന്നെയാണ്, ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ്. നിങ്ങൾ വരിക, നോക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1 ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോഴത്തേക്കും ഈ പങ്കെല്ലാം കറങ്ങിക്കോളും. ഇത് ബാറ്ററി ടൈപ്പ് മോഡലൊന്നുമല്ല, വെറുതെ ജസ്റ്റ് നമുക്കിങ്ങനെ നിലത്തൊരു ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടാകും. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ ടോയ്ക്കാരുണ്ട്, ഇഷ്ടംപോലെ ടോയ്ക്കാറുണ്ട്. നമ്മൾ കയറിയത് നമ്മുടെ ശ്രീധർ തിയേറ്ററിന്റെ പുറയിലുള്ള ഇതാണ്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ മേത്ത ബസാറുണ്ട്. മേത്ത ബസാറിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിലും വലിയ തിരക്കും കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ അടുത്ത പോകണം മേത്ത ബസാറിന്റെ അകത്തോട്ട് വേണ്ട. ഇതിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്ട. ഫുള്ള് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് വെറൈറ്റി ഇഷ്ടംപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കുമായിരിക്കും. ഫുള്ള് തിരക്കായിരിക്കും. അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ട് കുറെ പുൽക്കൂട് സെറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചിട്ടാ ഇതിന്റെ റേറ്റും കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചോട്ടെ പറയാം, നോക്കാം. ഇരിക്കുന്ന പുൽക്കൂട്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2600. പിന്നെ ഏതൊരു 3600. പിന്നെ അതിന്റെ മുകളിൽ കുറഞ്ഞിട്ട് അതിന്റെ മുകളിൽ കാണാൻ പറ്റില്ല. ഇതൊരു 6800. പിന്നെ ഇത് ചെറിയ പോർഷൻസ് ആണ്. 2400, 1700, 2400 അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. 10 250, 250. എല്ലാത്തിനും അതേ റേറ്റിനാണോ എന്നാ? ഓരോ ഇത് ടൈപ്പ് അനുസരിച്ച് മാറും അല്ലേ? ഇതിനൊക്കെ എന്ത് റേറ്റ് ഉണ്ട്? അത് 200 രൂപ അല്ലേ? ഈ സാധനമൊക്കെ എന്താ റേറ്റ്? 850. പിന്നെ മറ്റേ ഇത് ഇതാക്കണതാ 750. പിന്നെ അവലിനോ 1300 അല്ലേ? ഇവിടെ ഒരു 300 റേറ്റ് സാൻഡുകളാണ് കേട്ടോ. പല ടൈപ്പ് ചാർന്ന സാൻഡ, പാട്ട് പാടുന്ന സാൻഡ, അതുപോലെ കണ്ടൊരു ഫ്രീക്കൻ സാൻഡ. പുള്ളിക്കാരൻ അങ്ങനെ പോണേന്ന് അറിയാൻ പാടില്ല. അത് വെറൈറ്റി അല്ലേ? പിന്നെ അത് ഡാൻസ് കളിക്കുന്ന സാൻഡ്, ഡാൻസിങ് സാൻഡൊക്കെ എന്താ റേറ്റ്? 750 അല്ലേ? അങ്ങനെയുണ്ട്. ഇപ്പോൾ പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. പുള്ളിക്കാരൻ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേസവസാല കാഴ്ച എങ്ങനെയുണ്ടത്? ഒരു അച്ഛൻ്റെ മുകളിലിരുന്ന് ഒരു മോൾ ഇങ്ങനെ പോയിക്കൊണ്ടിങ്ങനെ ഡാൻസ് ഒക്കെ വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ കുറേ വെറൈറ്റി സ്റ്റാറും കാര്യങ്ങളും കേട്ടോ. എല്ലാത്തും തിരക്കാണ്ട ഇങ്ങോട്ട് നോക്കിയാലും വെച്ചാൽ ഈ നൈറ്റ് ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ വേറെ ഫീലാണ്. ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ എന്നാ തൂങ്ങുന്ന സാന്റ കേട്ടാ, നല്ല ക്യൂട്ട് സാന്റ. അതുപോലെ നല്ല ബെല്ലുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ട്രീയിൽ തൂക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ടാ, ഇതൊരു കൂൺ ടൈപ്പാണ്. പിന്നെ അതേപോലെ ഒരു ട്രെയിനുണ്ട്. പിന്നെ അതെ ചെറിയൊരു മിഠായി പോലത്തെ ആ ഒരു ടൈപ്പ് ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ഇവിടുത്തെ തിരക്കാരണം ഒന്നിനും വിലയൊന്നും ഞാൻ ചോദിക്കില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിക്കോട്ടെ. പുള്ളിക്കാരത്തി മുകളിലിരുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എങ്ങനെയുണ്ട് ഇവിടെ ഈ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കണത്? ഒരു വെറൈറ്റി സംഭവം അല്ലേ?
സംഭവം കാണാൻ കുറേ പൊളി ലുക്കാണ്. ഇതിൽ ഞങ്ങളുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തൂടെ ഓരോ കാഴ്ചയും കണ്ടു വരാം. ഭയങ്കര ക്രൗഡാണ്. അത് കാരണം ഞാൻ ഒന്നിൻ്റെ വിലയൊന്നും ചോദിക്കണില്ല, നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുക, വരിക, നോക്കുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യണ ശരിയല്ലല്ലോ ആൾക്കാരെ. കച്ചവടം നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആരെയും ശല്യം ചെയ്യരുത്. നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ തന്നെ വന്നോട്ടാ. ക്രിസ്മസ് ടൈമിൽ കാണുന്ന ആ ഒരു ഭംഗി അല്ലാത്ത സമയത്ത് ഈ മേത്ത ബസാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. ഈ സൈഡിൽ നമ്മുടെ സാൻഡയുടെ കുറേ ക്യാപ്പും കാര്യങ്ങളുടെ ഡ്രസ്സുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇഡിയുടെ പെരുന്നാൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇടിച്ചിട്ട് ആൾക്കാർ പോണത് കണ്ട. ഇപ്പുറത്തെ കുറേ വെറൈറ്റി ലൈറ്റും കാര്യങ്ങളുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങൾ കണ്ട് ആസ്വദിച്ച് വാങ്ങിച്ചും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്കാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇതുണ്ടല്ലേ, എന്നോട് കയറിയ തിരക്കോട് തിരക്കാണ്, ഫുള്ള് തിരക്ക്. എന്ത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിക്കോളൂ കയറി കഴിഞ്ഞാൽ. എന്താ നമുക്ക് മറ്റേ ട്രീയിൽ തൂക്കിടാൻ പറ്റിയ മേരി ക്രിസ്മസിൻ്റെ ലെറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ചെറിയ ചെറിയ ബില്ലും കാര്യങ്ങളുണ്ട്. പിന്നെന്താ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് വാങ്ങിക്കാം. കണ്ടറിഞ്ഞ് ആസ്വദിച്ച് ഇതിലേക്കൂടി എല്ലാം പോകാൻ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. ഇതുണ്ടല്ലേ, ചെറിയൊരു കാർ ടൈപ്പ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റാറും കാര്യങ്ങളാണ്. അപ്പുറത്തെ സെക്ഷനിൽ നമ്മൾ ഫുള്ള് കണ്ടത് LED സ്റ്റാറും കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം നോർമൽ സ്റ്റാർ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടി ഉണ്ടത്. ഇപ്പോൾ ഇവിടെ ടെഡിയുടെ ഇതായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ക്രിസ്മസിൻ്റെ സ്റ്റാറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനവിടെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു വെറൈറ്റി ഒരു ടോയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടൻ പറയണ കേട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊടുത്തു വിട്ടുന്നത്. ഒരു ഗോസ്റ്റ് ടോയ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തോ ഒരു എന്താണ് ബൂബോയ അങ്ങനെ എന്തോണ്. ഇത് പിള്ളേർക്ക് അഡിക്റ്റ് ആയി പോണെന്ന് പറയണത്. ഇത് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോയിനെ കുറിച്ച് കേൾക്കണേട്ടോ. ഇതാണ് ആ സാധനം കേട്ടോ. ഇതിന് 80 രൂപയുള്ളൂ. ഇതിൻ്റെ വലുത് 150. പിന്നെ വെച്ചാൽ ഓരോ ആൾക്കാർ ഓരോ കഥ പറഞ്ഞ് ഇതാക്കി എടുക്കൂല. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോസ്റ്റ് ടോയ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കണം എന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കാനായിരിക്കുള്ളൂ. എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്കും കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തണ്ട. ഒരു 450യുടെ സ്റ്റാൻഡ് വേണ്ട. കയറിപ്പോണ ഡൈവ് സ്റ്റക്കാണ്, കയറി പോകത്തില്ല, ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊരു 750, ഇതൊരു 950. ആ റേറ്റൊക്കെ കാണുന്നത്. പിന്നത്തെ കുറേ ഗിഫ്റ്റ് ആയിട്ടിരിക്കണ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. വെറൈറ്റി അങ്ങനെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നാളെ വന്നിട്ട് ഇതെല്ലാം വാങ്ങിക്കാം. ഇന്നിപ്പോൾ എല്ലാം കണ്ട് നമുക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുന്നുണ്ടാ ഓരോന്നൊക്കെ. നമുക്ക് ട്രീ തൂക്കാൻ പറ്റിയ മാലകളുണ്ട്. 5 100 രൂപ അങ്ങനെയുള്ള റേറ്റാണ്. പല റേറ്റ് ഉണ്ട്. സംഭവം തൂക്കി കഴിഞ്ഞാൽ വെറുതെ പൊളിയായിരിക്കും. കളർ ലുക്കാണ് കേട്ടാ. നല്ല മഞ്ഞ് പോലെ ഇരിക്കണുണ്ട്. പിന്നെ ഇങ്ങനെ ഗിൽറ്റിൻ്റെ പച്ചയുണ്ട്. ചെറിയ ഇങ്ങനെ ഒരു തിളങ്ങുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി പുൽക്കൂട് സെറ്റ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നല്ല കറങ്ങണ ക്യൂട്ട് പുൽക്കൂട് സെറ്റ്. ഞാനിവിടെ കണ്ടേക്കണതിൽ ഏറ്റവും വെറൈറ്റി വേണ്ട. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു 3,300 സംഭവം പൊളി ലുക്ക് സാധനമല്ല. നമ്മളിവിടെ കണ്ടേക്കണതിൽ ഏറ്റവും വെറൈറ്റി ഒരു പുൽക്കൂട്. പിന്നെ അതുപോലെ അല്ലാതെ പല പല സെറ്റും കാര്യങ്ങളും കേട്ടോ. ഒരു 2600, 1700 അങ്ങനെ പല റേറ്റാണ് ഇവിടെ പുൽക്കൂട് സെറ്റിൻ്റെ ഇരിക്കുന്നത്. ഫുള്ളായിട്ടല്ല, ഓരോ സെക്ഷനായിട്ട് തിരിച്ചതുണ്ടാവും. പക്ഷെ സംഭവം കാണാൻ വേണ്ടി ലുക്കാണ്. എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പുൽക്കൂട് സെറ്റ് ഉണ്ട്. ഇതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മേത്ത ബസാറിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി. ഇനി അടുത്തത് എങ്ങാടെന്ന് വെച്ചാൽ ഇനി എങ്ങാട് വേണേലും പോവാം. എങ്ങാട് പോയിക്കഴിഞ്ഞാലും നമുക്ക് വീഡിയോ എടുക്കാതെ ഇഷ്ടം പോലെ കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളുണ്ട്. നമുക്ക് ഏത് സൈഡിലേക്കും പോവാം മാർക്കറ്റിൻ്റെ. അവിടെ നമ്മൾ മേത്ത ബസാർ കഴിഞ്ഞ് അടുത്തടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വരുമ്പോഴത്തേക്കും കേട്ടോ. സോളാറേക്ക് കിടന്നിറങ്ങണ കുറേ പാപ്പയും കാര്യങ്ങളും കേട്ടോ. ഇതപ്പോൾ നമുക്ക് ബാറ്ററി അല്ല, സോളാറാണ്. 150 രൂപയാണ് അതിൻ്റെ റേറ്റ് വേണം കേട്ടോ. പിന്നെ 2 അടിച്ചിട്ട് പറ്റായിട്ടിരിക്കണ പാപ്പനെ കാണിച്ചിട്ടെ. നൈസായിട്ടിരുന്ന് 2 അടിച്ച് ഇളയിക്കൊണ്ടിരിക്കണ കേട്ടോ. കുമ്പാരി മാരി രണ്ടുപേരും കൂടി ചെറിയ 2 പെഗ് അടിച്ചിരുന്നതുകൊണ്ട് നൈസായിട്ട് ആടുന്നുണ്ട്. പിന്നെ കുറേ സീരിയൽ സെറ്റും കാര്യങ്ങളാണ് കേട്ടോ. അത് പല റേറ്റാണ്. നമുക്ക് 150 തുടങ്ങി റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരിക, നമ്മൾ ചോദിക്കുക, നമ്മൾ സംസാരിക്കുക, പേശുക. അവരപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതിങ്ങനെ വന്നപ്പോഴത്തേക്കും കേട്ടോ ഒരാളെ മുകളിലേക്കും താഴത്തേക്കും കയറി ഇറങ്ങി പോകണ കേട്ടോ. നമ്മുടെ ഓടിക്കയറുന്ന സ്റ്റാൻഡാണ്. ചേട്ടത് എന്ത് റേറ്റാണത്? 2950. 2950 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലേക്ക് ഓടിക്കയറുന്ന സാധനം കിട്ടും. വെറൈറ്റി സാധനം ഉണ്ടോ? നമ്മുടെ ക്രിസ്മസിലെ തണുപ്പിനെ ചൂടാക്കുന്ന ട്രീ ഉണ്ട്. ഇതാണ് 19,500 ട്രീ കേട്ടോ. ഈ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചൂടാക്കിക്കോളും. പിന്നെ അതെ വെറൈറ്റി പുൽക്കൂടുണ്ട്. ചേട്ടാ ഈ പുൽക്കൂട് സെറ്റ് എങ്ങനെയാണ്?
ഇരിക്കണ 2550. ഓ 2550 കേട്ടോ. കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുള്ള പുൽക്കൂടാണ്. വെറൈറ്റി LED ലൈറ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ മാൻ ചാടിപ്പോണുണ്ട്, ഒരു ട്രീയുടെ ഉണ്ട്. അതുപോലെ അവിടെ വെറൈറ്റി ഒരു പുൽക്കൂട് സെറ്റ് വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം എഴുതുന്നുണ്ട് ഡോൺ ടച്ച് എന്നുവെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് എന്തെങ്കിലും ഫെയ്ഡ് വരും. അങ്ങനെയുണ്ട്. സൂപ്പർ അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റ് കൂടി പോകുന്നപ്പോഴത്തേക്കും ഒരു കന്നഡയുടെ വാങ്ങിച്ചാട്ടാ. വാങ്ങിച്ചിട്ടില്ല, 50 രൂപയുടെ കന്നഡയുടെ റേറ്റ്. കൊള്ളങ്ങനെ എടുത്താനോട് 2 ഒപ്പഞ്ഞൊക്കെ തലയിലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റോച്ച. നമ്മുടെ അടുത്ത വിശേഷം തീരണില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ.